അവിടെ വാർഡിൽ കിടന്ന ആൾക്കാർ പറഞ്ഞു തന്നെ ഞങ്ങളിവിടെ കിടന്നതാ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിരുന്നു, ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടിരുന്നതാ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മോളെ അന്നും രാവിലെ കുളിച്ച് എൻ്റെ ഈ മരിച്ച ഭാര്യയും കുളിച്ച് ഇവിടെ ഈ സ്ലാബിൻ്റെ അടി വളരെ ജീവശവമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത്. നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇപ്പോൾ ചാനലുകാരെടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും കൂടി ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് ഗവൺമെൻറ്റുമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. അപ്പോൾ 2 മക്കളുടെ വിദ്യാഭ്യാസ ചിലവൊക്കെ വലിയ കടങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. അതിനിടയ്ക്ക് ദാരുണ സംഭവം ഉണ്ടായത്. എല്ലാം അവൾ തന്നെയായിരുന്നു, എൻ്റെ ഭാര്യയായിരുന്നു എല്ലാം. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്, അത് പൂർത്തീകരിച്ചതുമില്ല. അത് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമുക്കിവിടെ 1 രൂപ കിട്ടുമ്പോൾ 2 രൂപ നമ്മൾക്ക് വേറെ പോയാൽ, അപ്പോൾ ഇതിനകത്തൊന്നും തൊട്ട് വരട്ടാൻ നമുക്ക് പറ്റുന്നില്ല. എനിക്ക് നിത്യേന പണിയില്ല, അസുഖമൊക്കെയാണ്. പിന്നെ ഭാര്യയ്ക്ക് അവൾക്കും അസുഖമാണ്. അവൾക്ക് ഇവിടെ എവിടെയൊക്കെ മൊഴിയും പിന്നെ പോയിട്ട് എല്ലാ അസുഖമുണ്ട്. ഞാൻ പറഞ്ഞ ഈ മരിക്കുമ്പോഴും ബ്ലഡ് എൻ്റെ കൊണ്ടുവരിക. ബ്ലഡ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, നീ പടമൊന്നും കയറണ്ട, ഞാൻ കയറിക്കൊണ്ട് ഞാൻ പുറത്തുണ്ട്, നീ പൊയ്ക്കോ, ഫുഡ് കൊടുത്ത് കൊച്ചിന് മെഡിസിൻ കൊടുക്ക്, ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഉള്ളതല്ലേ, 3 ആഴ്ച അവിടെ കിടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടി ആയിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ കയറി പോയിക്കോ. അപ്പോൾ 10 മണി വരെ ഞങ്ങൾ നല്ല രീതിയിലാണ് മീറ്റ് ചെയ്തത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിട്ടു പോകുമായിരുന്നു, മരണത്തിലോട്ട് പോകുമായിരുന്നു. ഒന്നും വിളിച്ചില്ല, അങ്ങനെയുള്ളൊരു ഇടപെടലൊന്നും അവർ നടത്തിയില്ല. അവർ തിരഞ്ഞു പിടിച്ച് നോക്കണ്ടേ ഇല്ലയോ, അതിന് ആൾ വന്നിട്ടുണ്ടോ, അവിടെ ഭർത്താവുണ്ടോ, അവിടെ ആര് ബന്ധുക്കളുണ്ടോ, അതൊക്കെ നോക്കണ്ടേ ഇല്ലയോ. ആ ഭാഗത്ത് നിന്ന് അവർ ഒന്നും ഉണ്ടായില്ല, ഒന്നും വിളിച്ചില്ല, ഒരു ഭാഗം വിളിച്ചില്ല. പിന്നെ അവർ ആശുപത്രിക്കാർ വിളിക്കണ്ടേ, ഈ ഭരിക്കുന്ന ആൾക്കാർ വിളിക്കണ്ടേ, അവിടെ എന്താ പറ്റിയെന്നുള്ള അവർ എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി അത് ഉപയോഗിച്ചിട്ടില്ലെന്ന്. അത് ശരിയായ നടപടിയാണോ? നിങ്ങളുടെ ഈ ചാനൽ TV നിങ്ങളുടെ ഈ മീഡിയ വഴി അത് അവർ പറഞ്ഞു കേട്ടല്ലേ? നിങ്ങൾ അവിടെ വാർഡിൽ കിടന്ന ആൾക്കാർ പറഞ്ഞു തന്നെ ഞങ്ങളിവിടെ കിടന്നതാ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിരുന്നു, ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടിരുന്നതാ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മോളെ അന്നും രാവിലെ കുളിച്ച് എൻ്റെ ഈ മരിച്ച ഭാര്യയും കുളിച്ച് ആ ബാത്റൂമിലാണ്. അപ്പോൾ രാവിലെ എല്ലാവരും കുളിക്കുക അവിടെ കിടക്കുന്നവർ ആ വാർഡിൽ. എന്നിട്ട് അവർ പറഞ്ഞ് ഇത് വേസ്റ്റ് ഇടുന്ന സാധനമെന്ന് പറഞ്ഞാൽ അത് വരെ അംഗീകരിക്കുമോ? കടബാധ്യതയൊക്കെ ഉണ്ട് സാറേ, എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് കടബാധ്യത. പഞ്ചായത്ത് കിട്ടിയത് അതൊക്കെ അങ്ങനെ കിടക്കേണ്ട, പകുതി തേച്ച് അതൊക്കെ ഒന്നും ആയില്ല. അത് അന്നത്തെ കാലത്തെങ്ങാണ്ട് 35,000 രൂപ അന്ന കാലത്ത്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. വീട് കിട്ടിയിട്ടുണ്ട് 10-15 വർഷത്തിന് മേലെ, അന്ന് അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ സാധനത്തിന് വില കൂടി ഇപ്പം വലിയ എമൗണ്ടാണ്, അത് കിട്ടുള്ളൂ. അതൊക്കെ അടച്ചു തീർത്തന്നെ വീടൊക്കെ കിടങ്ങുന്നുണ്ട്. മൊത്തത്തിലൊരു തകർച്ചയായി. ഞാൻ എന്നാ ചെയ്യണമെന്ന്, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നല്ലോ ഇവിടെ, എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇതിനൊക്കെ ഓടുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കാണാനില്ല, ഭാര്യയും കാണാനില്ല, നെട്ടോട്ട് ഓടുമായിരുന്നു. ഞാൻ എല്ലാവരും തിരക്കുമായിരുന്നു. ആ വാർഡിൽ കിടന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഓടിയാണ് തിരക്കുമായിരുന്നു. അന്നേരം പറഞ്ഞ് കൊച്ചുതേര് അവിടെ ഇരിപ്പുണ്ട്, അങ്ങനെ അവരാ കൊണ്ട് കാണിച്ചു തന്നെ. അവിടെ വാർഡിൽ കിടന്നവർ ഓടുമായിരുന്നല്ലോ, കെട്ടിട ഇടിയെന്നൊന്നും പറഞ്ഞ് അവിടെ നിന്നുള്ളവർ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ അവിടുത്തെ ആരും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ 10-15 ബെഡിൽ ആൾക്കാർ കിടക്കുക, വയ്യാത്ത ആൾക്കാരും സർജറി കിടന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ കിടക്കുക. അവർ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് അവരുടെ ജീവൻ അതിൻ്റെ കൂടെ എൻ്റെ കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി. ഭാര്യയെ കണ്ടില്ല, അവൾക്കും കൊച്ചിനും അറിയത്തില്ല ഭാര്യയോടെ പോയെന്ന്. ബാത്റൂമിൽ പോയ മുഖം കഴുകാൻ അങ്ങോട്ട് പോയെന്നാണ് ഈ കൊച്ചു പറഞ്ഞ്. അപ്പോഴാണ് ഇത് ഇടിയുന്നത്.